ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീലയുടെ നേർക്ക് ചൂടാവുകയാണ് കേട്ടോ ഭാനുമ്മ. എൻ്റെ സുശീലെ, നീ ഇരിക്കുന്ന കൊമ്പാണ് മുറിച്ചിരിക്കുന്നത്, നീ മനസ്സിലാക്കണം. ദേ തള്ളെ, ഞാൻ ആകെ ദേഷ്യത്തിലാണ്. നിങ്ങൾ എന്നെ പുറത്തോട്ട് വിളിക്കുന്നു, എന്നാൽ ഇവിടെ എനിക്ക് വിഷു തന്നെ ഇല്ല. എൻ്റെ മക്കൾ എനിക്ക് വിഷുക്കൂടി തന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ നിൽക്കരുതെന്ന്. നിൻ്റെ മകനായിരുന്നു ഇന്ദ്രൻ. ഇന്ദ്രനെ നീ വെട്ടിമാറ്റിയപ്പോൾ നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് നീ ഓർക്കണം. നിൻ്റെ മക്കളും നിന്നെ വെട്ടിമാറ്റി. ഇന്ദ്രൻ്റെ സൗഭാഗ്യത്തിലായിരുന്നു നീ ഇത്രയും നാളും ജീവിച്ചിരുന്നത്. ആ ഇരിക്കുന്ന കൊമ്പ് നീ മുറിക്കുമ്പോൾ ഇതൊന്നും ചിന്തിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ചൊറിഞ്ഞ സംസാരം അത് കേട്ടോടെ തന്നെ ഞാൻ പറയുന്നതെല്ലാം നിനക്ക് തെറ്റായി തോന്നും. കാരണം എന്താണെന്നറിയോ, നിനക്ക് ഇന്ദ്രനെ അകറ്റി നിർത്തണം എന്നുള്ള ആ ഒരു ഉദ്ദേശം കൊണ്ട്. കാരണം നീ ഒരു കാര്യം ചിന്തിക്കണം, വിഷു കൂടി നിനക്ക് കിട്ടിയില്ലെങ്കിലും നീ നിൻ്റെ മക്കളുമായി പുറത്തൊന്ന് സംസാരിക്കാൻ നിൽക്കുക എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഇല്ല, ഞാൻ വരുന്നില്ല. എൻ്റെ മകനെ ഞാൻ തള്ളിപ്പറഞ്ഞെങ്കിലും കൂടിയിട്ട് അവൻ എൻ്റെ വളർത്തു മകനാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അവൻ എൻ്റെ മകനല്ലാന്ന് ഞാൻ ആരുടെയും മുന്നിൽ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് അവനെ ഇത്രയും നാളും വളർത്തിയത് ഞാനാണ്. ആ ഒരു സത്യമെങ്കിലും അവനെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ പറയുമ്പോൾ അവനത് മനസ്സിലാക്കായിരുന്നില്ല. അതിനെന്തിനാ അവൻ എന്നോട് പിണങ്ങുന്നത്? അവൻ്റെ അമ്മയല്ലാതെ ആയിപ്പോയില്ലല്ലോ എന്നൊക്കെ സുശീല പറയുമ്പോൾ ഉടൻ തന്നെ അവന് എനിക്കൊരു വിഷുക്കൂടി തരായിരുന്നില്ലേ എന്നൊക്കെ സുശീല പറയുന്ന സമയത്ത് ഭാനുമ്മ പറയാണ്, ആര് പറഞ്ഞു നിൻ്റെ മകൻ നിന്നെ മറന്നു എന്ന്? നിനക്ക് വിഷുക്കൂടി തരുന്നില്ലെന്ന്. നിൻ്റെ മകൻ നിന്നെ മറന്നിട്ടില്ല, നിനക്ക് വിഷുക്കൂടി തരാതെ ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് താൻ എന്ത് ചെയ്യുന്നു, വിഷുക്കൂടി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നിൻ്റെ മകൻ നിനക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. ഓ, അപ്പോൾ അവൻ ഭാനുമ്മയെ ഏൽപ്പിച്ചു, അവന് നേരിട്ട് എൻ്റെ കൈകളിൽ തരാൻ കഴിഞ്ഞില്ലല്ലേ? അതിന് അവൻ്റെ മാനസികാവസ്ഥ നീ മനസ്സിലാക്കണം. നീ അവനെ മുറിച്ചു മാറ്റുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായ വേദന നീ മനസ്സിലാക്കണം. ഇന്ദ്രൻ അതിൽ നിന്ന് എങ്ങനെ ഇനി കരകയറാനാണെന്ന് അറിയില്ല. അവനെ നീ അകറ്റിയപ്പോൾ അവൻ്റെ ഉള്ളിൽ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം എന്നൊക്കെയുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ ഭാനുമ്മ ഇത് വാങ്ങ്, ഇത് എനിക്ക് വേണ്ട, അവൻ എൻ്റെ കയ്യിൽ തരാത്ത ഈ ഒരു വിഷുക്കൂടി എനിക്ക് വേണ്ട എന്ന് പറയട്ടോ. ഇതിനി എനിക്ക് തിരികെ ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ, എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഇവിടെ വെച്ച് പോന്നു, നീ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുക നിൻ്റെ ഇഷ്ടം എന്ന് പറയട്ടോ. ആ സമയം ഇത് കേട്ടോടെ തന്നെ സുശീല എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ ദേഷ്യത്തോടു കൂടി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലും ഭാനുമ്മ പുറത്ത് വരികയാണ്. അപ്പോൾ സത്യനും സോനയും കൂടി ചോദിക്കുകയാണ്, എന്തായി അമ്മയുടെ തീരുമാനം എന്ന് ചോദിക്കുകയാണ്. അവൾ വിഷുക്കോടി കൊടുത്തിട്ട് വാങ്ങിയില്ല എന്നുള്ള സത്യം പറയണം കേട്ടോ. അപ്പോൾ ഈ വിഷുക്കോടി കൊടുത്തിട്ട് വാങ്ങിയില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട്, സത്യം പറയുന്നുണ്ട്, എന്തായാലും അവരുടെ സ്വഭാവം ഒരിക്കലും മാറ്റില്ല, ഇത് തന്നെയാണ് പ്രശ്നം എന്നൊക്കെ സത്യം പറയുന്ന സമയത്ത് ഉടൻ തന്നെ ഇവിടെ പറയുകയാണ്. പിന്നെ ഭാനുമ്മ പറയണം, മക്കളെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അമ്മയെ തള്ളിപ്പറയരുത്. മക്കളെ, നിങ്ങളെ വളർത്തിയത് നിങ്ങളുടെ അമ്മയാണ്, ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പെട്ടാണ് നിങ്ങളെ അമ്മ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രൻ്റെ നിങ്ങൾ നോക്കണ്ട, ഇന്ദ്രനോട് എന്ത് ചെയ്തു എന്ന് നോക്കണം, നിങ്ങൾ എല്ലാ കടമകളും അവന് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അത് കേട്ടോടെ തന്നെ പറയണം, അങ്ങ് എല്ലാം മറന്ന് അങ്ങ് എല്ലാം ചെയ്തു കൊടുക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. കാരണം എന്തെന്നറിയോ, ഇന്ദ്രേട്ടനെ ഇവിടെ കൊടുക്കണം. മക്കളെ അങ്ങനെ പറയരുത്. നിങ്ങൾ വിഷു സദ്യ കഴിക്കുമ്പോൾ അമ്മയെ വിളിക്കണമെന്ന് പറയുമ്പോൾ സത്യം പറയണേ, ഇല്ല വിളിക്കത്തില്ല. കാരണം എന്താണെന്നറിയാം, അവരവരുടെ വിഷമം എന്തെന്ന് മനസ്സിലാക്കണം. അവർ ആ ചീറ്റിയ വിഷം ഉണ്ടല്ലോ, അത് എത്രമാത്രം ഇന്ദ്രേട്ടൻ്റെ മനസ്സിൽ വേദനിച്ചിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കണം. ഇനി അങ്ങനെ ഇതൊന്നും വെറുതെ വിടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ആരും വിളിക്കത്തില്ല. അവർ ഒറ്റപ്പെടലിൻ്റെ വേദന അറിഞ്ഞാലേ ഇത് ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ സോന പറയണം, അങ്ങനെയൊന്നും ഒറ്റപ്പെടലിൻ്റെ വേദന അറിയില്ല. അപ്പോൾ ഉടൻ തന്നെ പറയുമ്പോൾ പറയണേ, അത് തന്നെയാണ് വേദന അറിയില്ല. അപ്പോൾ ഉടൻ തന്നെ സോന പറയണം, അമ്മ അങ്ങനെയൊന്നും വേദന അറിയില്ല, കാരണം അമ്മയുടെ സന്തോഷം എവിടെന്നെങ്കിലും കണ്ടെത്താൻ നോക്കും, അത് അങ്ങനെയാണ്, നമ്മളാണ് വേദനിക്കുന്നതെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മൾ തന്നെയാണ് വേദനിക്കുന്നത്. അത് നീ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ ഇത്രയും നാളും ഹർഷ സപ്പോർട്ട് ചെയ്യുന്നെന്നുള്ളത് കൊണ്ടല്ലേ നീ സംസാരിച്ച്? അതെ, ഹർഷ ഇല്ലാത്തത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇപ്പോൾ വിഷു ഇല്ലാതായി പോയത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് വിഷു ഉണ്ടായിരുന്നു. ആ സത്യം മനസ്സിലാക്കണം സത്യേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് നേരാണ് നീ പറഞ്ഞത്. പക്ഷേ ഹർഷ എന്ന വ്യക്തി എന്തിലൂടെയാണ് അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇന്ദ്രേട്ടനെ പിടിച്ചെടുക്കാനുള്ള ആ സ്ഥാനത്തിലൂടെ. എന്നാൽ ഇന്ദ്രേട്ടൻ അമ്മയുടെ മകൻ എന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഹർഷ എന്തിനു വേണ്ടി നമ്മുടെ അമ്മയെ സപ്പോർട്ട് ചെയ്യണം? അത് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. അത് ആദ്യം സോന നീ മനസ്സിലാക്കുക, ഒരു പരിധി ഉണ്ടാവും ഹർഷയ്ക്ക് ഇനി സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സോന വല്ലാത്തൊരു കഷ്ടമുണ്ട് എന്ന് പറയാം കേട്ടോ. ഇതേ സമയം സുശീലയ്ക്ക് ആകെ പരവേശമാവുന്ന ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല. താൻ അവിടെ ഇരിക്കുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. തൻ്റെ മക്കളാരും ഭക്ഷണത്തിന് വിളിക്കുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ സുശീല അവിടെ കിടന്ന് ഇങ്ങനെ കൂറ തിരിയുന്നത് പോലെ തിരിയുമ്പോൾ തൻ്റെ കണ്ണിൽ ഭാനുമ്മ വെച്ച് പോയ ആ ഒരു വിഷുക്കോടി കണ്ണിൽ കാണേണ്ടിയിട്ട് ഇതേ സമയം സുശീലയുടെ മനസ്സ് അലിഞ്ഞു പോവാണ്. തൻ്റെ മകൻ എത്രമാത്രം തനിക്ക് വിഷുക്കോടി തന്നിരുന്ന ആ സീനൊക്കെ പഴയകാല ഓർമ്മകൾ തന്നിലൂടെ കടന്നു പോവാണ്. അങ്ങനെ തൻ്റെ മുന്നിൽ കാണുന്ന ആ കാഴ്ചയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ തനിക്ക് സഹിക്കുന്നില്ല, വേദന, വല്ലാത്തൊരു വിഷമം തന്നെ. ഇന്ദ്രൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, മക്കളിൽ ഏറ്റവും കൂടുതൽ ഇന്ദ്രനായിരുന്നു
തൻ്റെ കാര്യങ്ങൾക്കൊരു കുറവും വരുത്താതെ മുന്നേ തന്നെ തനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിന് ആ ഇന്ദ്രനെ ഞാൻ അകറ്റിയത് തെറ്റായിപ്പോയി എന്നുള്ള ആ ഒരു ചിന്താഗതി സുശീലക്കുള്ളിൽ വന്നിരിക്കുകയാണ്. സുശീല ആ വിഷുക്കോടി എടുക്കുകയാണ്, എന്നിട്ട് അതിങ്ങനെ തുറക്കുകയാണ്, എന്നിട്ട് അത് പിടിച്ച് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. ഇത് പുറത്ത് നിന്ന് സത്യനും സോനയും കാണുന്നുണ്ട്. എങ്കിലും കൂടി അമ്മയായി തീരണം എന്ന വാശിയിൽ തന്നെ അവർ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ അനുപമ വന്ന് വിളിക്കുകയാണ് അമ്പിളിയെ. അപ്പം അമ്പിളി അവിടെ ഇവിടെ ഇല്ല. അപ്പോൾ വിളിച്ചു നോക്കുമ്പോൾ ഒരുപാട് വിളിക്കുമ്പോൾ എന്തിനാടി നീ വിളിച്ച് പോകുന്നതെന്ന് ചോദിക്കാൻ. ആ സമയം ആ വിളിച്ച് പോകുന്നതെന്ന് ചോദിച്ച ഉടനെ തന്നെ അമ്പിളി മുറ്റത്ത് ഉമ്മറപ്പടിയിൽ തന്നേലും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. എന്താ അമ്പിളി ചേച്ചി ഇവിടെ വന്നിരിക്കുന്നത്? അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് എനിക്ക് വല്ലാതെ വിശക്കുന്നു. അമ്പിളി ചേച്ചിയെ കാത്ത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അമ്പിളി ചേച്ചി എനിക്കും ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ ഉടനെ തന്നെ നീ പോയി കഴിച്ചോടി, എനിക്ക് വേണ്ട. ഇതെന്താ അമ്പിളി ചേച്ചിക്ക് ഇപ്പോഴും വാശിയും ദേഷ്യവും മാറിയില്ല. രഘുവേട്ടൻ ഭക്ഷണം കഴിച്ചു, അതുകൊണ്ട് അമ്പിളി ചേച്ചിക്ക് ഒപ്പിരിക്കുക, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ അമ്പിളി ചേച്ചി അവിടെ കാവലിരുന്നത്, അതുകൊണ്ട് വാ എന്ന് പറയാം കേട്ടോ. ആ സമയം ഈ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോൾ ഉടനെ പറയണം, ദേ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് വേണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ല, പിന്നെ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒച്ച എടുക്കണം കേട്ടോ. അമ്പിളി ചേച്ചി എന്തിനിങ്ങനെ ഒച്ച എടുക്കുന്നത്? അമ്പിളി ചേച്ചി ഇത്ര വാശി പാടില്ല. ഒരു മനുഷ്യൻ്റെ എത്ര താവാവുന്നിടത്തോളം താന്നു, എന്നിട്ടും ആ മനുഷ്യനെ എന്തിനാ ഇങ്ങനെ ഇട്ട് പെടാപ്പാട് പെടുത്തുന്നു? അതിന് മാത്രം എന്ത് തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത്? എന്തൊക്കെ പറഞ്ഞു ഒച്ച എടുക്കുമ്പോൾ ഉടൻ തന്നെ എടി നിന്നോട് ഞാൻ പറഞ്ഞു നീ എന്നെ കാക്കണ്ട എന്ന്, നിന്നോട് പോയിക്കോളാൻ ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ മാഷ് കയറി വരികയാണ്. എന്താ ഇവിടെ ഒരു വഴക്ക്? എന്തിനാണ് ഇവിടെ വഴക്ക് കൂടുന്നത്? എന്താ ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ മാഷ് ചോദിക്കണം. ഒരു നല്ല ദിവസമായിട്ടും ഇന്ന് ഇവിടെ വഴക്കാണോ? എന്തിനാ ചീരു നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്നത്? അച്ഛൻ ഞാൻ വഴക്ക് കൂടിയല്ല, അമ്പിളി ചേച്ചിയോട് കാര്യം ചോദിച്ചതാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു, രഘുവേട്ടൻ്റെ കൂടെ ഇരിക്കാൻ മടിയുണ്ടെങ്കിൽ വേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അമ്പിളി ചേച്ചിക്ക് കാവലായിരുന്നു. അമ്പിളി ചേച്ചിയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ അമ്പിളി ചേച്ചി എന്നോട് ദേഷ്യപ്പെടുകയാണ്. അതിനെക്കുറിച്ചാണ്. എന്താ അമ്പിളി നിനക്ക് ഇത്ര ദേഷ്യം? അവൾ അതല്ലല്ലോ എന്നോട് പറഞ്ഞത്. അവൾ പറഞ്ഞത് ഒരു മനുഷ്യൻ എത്ര താന്നിട്ടും നിങ്ങളുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ല എന്ന് പറഞ്ഞ ആ വാക്ക് എനിക്ക് പൊറുക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ. ആ സമയം ചിരു പറയണം, അത് ഞാൻ പറഞ്ഞത് തന്നെയല്ലേ, എന്തിനാണ് ആ മനുഷ്യനെ ഇങ്ങനെയിട്ട് വേദനിപ്പിക്കുന്നത്? അപ്പോൾ അമ്പിളി അപ്പോഴേക്കും രഘു അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ ഇവിടെ പ്രശ്നം? എൻ്റെ വിഷയത്തിൽ ചിരു നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട എന്ന് പറയട്ടോ. അപ്പോൾ മാഷ് പറയണം, എന്താ അമ്പിളി ഇതിൻ്റെ പ്രശ്നം? രഘു ഇങ്ങോട്ടേക്ക് ഞാനാണ് കൈപ്പിടിച്ച് കയറ്റിയത്, നിൻ്റെ പ്രശ്നം എന്താ? ഈ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയട്ടോ. അത് കേട്ട ഉടനെ മാഷ് എന്താ അമ്പിളി നീ പറയുന്നത്? അതെ, ചില സത്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ രഘു പറയണം, ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ എന്തായാലും പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണേ. ആ സമയം പറയണേ, ഇല്ല ഈ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും, ആർക്കും വേണ്ടി ഇറങ്ങണ്ട, ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് രഘു പോകുമ്പോൾ അങ്ങനെ അങ്ങ് പോയാലോ, ഇപ്പോഴും നിങ്ങൾ വഞ്ചന ചെയ്തും കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും മുന്നിൽ നല്ലവനെ ചമഞ്ഞിട്ട് എന്നെ കള്ളിയാക്കാൻ നോക്കണ്ട. ഞാൻ എല്ലാവർക്കും മുന്നിൽ നിങ്ങളെ തെളിവ് സഹിതം അങ്ങ് പിടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് എന്ത് തെളിവെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പറയണേ, ആ തെളിവുണ്ട്, ഇയാൾ വഞ്ചകനാണെന്നുള്ള തെളിവ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് നിൻ്റെ കയ്യിൽ തെളിവ്? ആ വണ്ടിയിൽ ഇരിപ്പുണ്ടെന്ന് പറയട്ടെ. അപ്പോൾ രഘു പറയണത്, എനിക്ക് വയ്യ ഇനി ഇവിടെ നിൽക്കാം, മറ്റുള്ളവർക്ക് മുന്നേ ഇനിയും അപമാനിതനാവുന്നതിനേക്കാൾ നല്ല ഞാൻ പോകുന്നെന്ന് പറയട്ടെ. അവിടെ നിന്ന് രഘു ഇറങ്ങി പോവാണ് കേട്ടോ. ഇതേ സമയം അമ്പിളിക്ക് ആ തെളിവ് എന്തെന്ന് പറയാൻ കഴിയുന്നില്ല. പിന്നീട് കാണിക്കുന്ന ഇന്ദ്രൻ്റെ അരികിലോട്ട് അനുപമ എത്താണ്. അപ്പോൾ ഇന്ദ്രൻ പറയണേ, ഞാൻ പോവുകയാണ്. അപ്പോൾ വിശ്വസത്തെ എന്താ ഇന്ദ്രേട്ടൻ കഴിക്കാത്ത? വേണ്ട, എന്തിനെങ്ങനെ പട്ടിണി കിടക്കുന്നത്? എന്താ അവിടെ പോയിട്ട് വീട്ടിലോട്ട് പോകാനാണ്? വീട്ടിൽ സദ്യ ഉണ്ടെന്ന് അറിയോ? അതൊന്നും കുഴപ്പമില്ല, അങ്ങോട്ട് ഞാൻ എന്തായാലും പോകുന്നില്ല, കടയിലിരിക്കണം. അതല്ലെങ്കിൽ അനുവിൻ്റെ വീടില്ലേ, എന്തിനാ അനുവിൻ്റെ വീട് എന്ന് പറയുന്നത്? അത് നമ്മുടെ വീടാണ്, നമ്മുടെ വീട് എന്ന് പറ, അല്ലാതെ അനു ഇനി ഇന്ദ്രേട്ടൻ എന്ന് പറയുന്നത് വേറെ ഇല്ല എന്നൊക്കെ അനുഭവം പറയണേ. അപ്പോൾ ഈ സമയം എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോ. ഇല്ല ഭാനും എന്തെങ്കിലും സദ്യ ഒരുക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വേണ്ട, ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിക്കും. ഇപ്പം അതിന് പറ്റിയൊരു മാനസികാവസ്ഥയില്ല, ഞാൻ പോട്ടെ. എന്താ ഇപ്പോൾ അവിടെ വെറുതെ പോയി ഇരുന്നിട്ട് ഇവിടെ ഇരുന്നൂടെ? ഇല്ല ഞാൻ പോട്ടെ, മനസ്സിനൊരു സുഖമില്ല. പണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മ, ഞാനിവിടെ വന്ന അമ്മക്ക് സമാധാനമില്ലാതെ വിളിയോട് വിളിയായിരുന്നു. ആ വിളി ഇന്ദ്രേട്ടൻ അന്ന് വെറുത്തിരുന്നില്ലേ? അത് വെറുത്തിരുന്നു. പക്ഷേ ഇന്ന് ഞാനിവിടെ ഇരുന്നാലും ആരും എന്നെ വിളിക്കാനോ ചോദിക്കാനോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ദ്രേട്ടൻ പറയുന്നത് അങ്ങനെ ഒരു വിളി പ്രതീക്ഷിക്കുന്ന, അതെ, അങ്ങനെ ഒരു വിളി ഉള്ളപ്പോഴും ഒരു സുഖം ഉണ്ടായിരുന്നു. അതെനിക്കൊരു ശല്യം അന്ന് ആയിരുന്നെങ്കിലും അങ്ങനെ ഒരു അമ്മ എന്നുള്ള ആൾ വിളിക്കുമ്പോൾ അതിനൊരു സുഖം വേറെ തന്നെയായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം. ഞാൻ പോട്ടാനോ എന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങാൻ കേട്ടോ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടോട്ട്
മാഷും അതുപോലെ തന്നെ ചീരുവൊക്കെ കിടന്ന് വരികയാണ്. അപ്പോഴേക്കും അമ്പിളി വരുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ പറയാണ്, അല്ല ഞാൻ പോട്ടച്ച, ഇനി നിൽക്കുന്നില്ല, എന്താ ഇന്ദ്ര വിഷു സദ്യ പോലും കഴിക്കാതെ, എല്ലാം വേണ്ടാഞ്ഞിട്ടാണ് എൻ്റെ മാനസികാവസ്ഥ. ഇനിയും വിഷു ആഘോഷങ്ങളൊക്കെ വരാനിരിക്കുകയാണല്ലോ, അപ്പോൾ അതെനിക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണം. ആ സമയം പറയണേ, എന്തായാലും ഇന്നിൻ്റെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഇനി പോയിക്കോ എന്നൊക്കെ പറയുമ്പോൾ, അല്ല രഘു എവിടെയെന്ന് ചോദിക്കുകയാണ്. ആ സമയം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അല്ല രഘു എവിടെ? അപ്പോൾ മാഷ് പറയും, രഘു പോയെന്നോ? എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും രഘു പറഞ്ഞില്ലല്ലോ, എന്താ പോവാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനുമ്മ ചോദിക്കുക, എന്താ വെച്ചാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് എന്നോട് എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഇവിടെ ചോദിക്കാനുള്ള വേറെ ആളുണ്ടല്ലോ എന്ന് പറയണേ. അപ്പോഴേക്കും ചിരു, എന്താണ് ഇവിടെ പ്രശ്നം എന്ന് അനുപമ ചോദിക്കുകയാണ്. ആ സമയം പറയണം, എൻ്റെ അമ്പിളി ചേച്ചി, രഘുവേട്ടൻ ഇവിടെ നിൽക്കുമ്പോൾ അമ്പിളി ചേച്ചിയും കുഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ രഘുവേട്ടൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇനിയും അപമാനിതനാവേണ്ട, ആരും വീട് വിട്ട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് രഘുവേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടോ. അതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അമ്പിളിയുടെ മുഖത്തോട്ട് ഇങ്ങനെ അനുഭവം നോക്കുന്ന ആ ഒരു സീനിലോട്ടാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് രഘുവിനെ കാണിക്കുന്നതിന് രഘു അമ്പിളി പറഞ്ഞ ആ വാക്ക് തൻ്റെ നെഞ്ചിൽ കിടന്ന് തറക്കണം. ഇനിയും എൻ്റെ അടുത്ത് തെളിവുണ്ട്, വണ്ടിയിലിരിക്കുന്നുണ്ട് തെളിവ് എന്ന് പറയുന്ന ആ വാക്ക് കേട്ടോ, അത് വല്ലാത്ത വേദനയാവുകയാണ്. വീണ്ടും വീണ്ടും താൻ അവളുടെ അടുക്കുമ്പോൾ അവൾ വീണ്ടും വീണ്ടും എന്നെ കുറ്റക്കാരിയാക്കുന്ന ആ വേദന രഘുവിന് സഹിക്കാനാവാതെ രഘു പെട്ടെന്ന് ഒരു ടെമ്പോയുടെ മുന്നിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. വണ്ടി ഇടിക്കുന്ന ആ ഒരു സീന് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത് കേട്ടോ.